ജേനിസ് മീഡിയയിലേക്ക് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് പ്രത്യേകിച്ച് ജനുവരി മാസത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കേരളത്തിലെ ഒരുപാട് കത്തോലിക്ക പള്ളികളിലെ സെൻറ്റ് സെബാസ്റ്റ്യനസിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ തിരുനാളിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു ആർഭാടത്തിൻ്റെ തിരുനാളുകളാണ്. എവിടെ പോയാലും ലൈറ്റും പടക്കവും ബാൻഡ് സെറ്റും നാദസ്വരങ്ങളും ചെണ്ടമേളങ്ങളും പിന്നെ എന്താണ് ഏതൊക്കെ കലാമേഖല ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ മേഖലകളിൽ, നമ്മുടെ സാംസ്കാരിക മേഖലയൊക്കെ ഒന്ന് വളർത്തുന്നത് നല്ലത് തന്നെയാണ്. പലപ്പോഴും പറയാറുണ്ട് സെബാസ്റ്റ്യാനോസിൻ്റെ മരണം അമ്പ് കൊണ്ട് മാത്രമല്ല, അതിനപ്പുറം ഗതം കൊണ്ടാണ് അടിച്ച് കൊല ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത്. ഈ സെബാസ്റ്റ്യാനോസിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ സെബാസ്റ്റ്യാനോസിൻ്റെ അമ്പും പിടിച്ചുകൊണ്ടുള്ള ഈ നഗര കാണിക്കൽ യാത്രകൾ പലപ്പോഴും ട്രാഫിക് ബ്ലോക്കുകളും അല്ലെങ്കിൽ എമർജൻസി യാത്രകളൊക്കെ ബ്ലോക്കായി പോകുന്ന അവസരം നമ്മൾ കാണാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നുമല്ല ഞങ്ങളോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുനാളിൻ്റെ മേഖലകളിൽ പ്രത്യേകമായി ഞാൻ അപ്രത്യക്ഷമായി എന്താ പറയുക ഒരു ദേവാലയത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ തിരുനാൾ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ കച്ചവടക്കാർ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഞാൻ കണ്ടു. ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ കച്ചവടം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 12-13 വയസ്സുള്ള ഒരു കുട്ടി അമ്മയോട് പറയുകയാണ്, ആ കാണുന്ന സ്റ്റാളിലേക്ക് ഒന്ന് പോകണം. അമ്മ ആദ്യം എന്താണെന്ന് അറിയുന്നില്ല. പക്ഷെ കുട്ടി കാണിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ സ്റ്റാളിലേക്ക് കയറുന്നത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീക്ഷിച്ച് ആ പള്ളി കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള 2 സ്റ്റാളുകൾ കേട്ടോ, പുറക്കമ്പള്ളിയുടെ പുറത്തല്ല, പള്ളി കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള 2 സ്റ്റാളുകൾ. അത് നോക്കി കഴിഞ്ഞപ്പോഴാണ് പച്ചക്കുത്ത്, നമ്മൾ വിചാരിക്കുന്ന മറ്റേ എന്താ പറയുക സൂചി കൊണ്ടുള്ള പച്ചക്കുത്തല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആ പച്ചക്കുത്ത് മൈലാഞ്ചി ഇടുക എന്നൊരു സ്റ്റൈലിൽ അതിൻ്റെ ഒരു അച്ചുണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട്. അപ്പം ഞാൻ സാധാരണ നമ്മൾ കുട്ടികളെ കൈകളിലൊക്കെ മൈലാഞ്ചിയുടെ ഇതിരുന്നു കൈയുടെ പുറത്തിടുന്നു അല്ല. പക്ഷെ ഈ ആൺകുട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് അവൻ ബനിയൻ ഇങ്ങനെ ഊരി ആ ബനിയൻ്റെ അവിടെ ഒരു സീല് പതിക്കുന്നു. ആ സീല് പതിച്ചതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും കഴുകുന്നു. അവർക്ക് പറഞ്ഞു കാണിക്കുകയാണ് ഇത് ഇനി പോകില്ലേ കുറച്ച് നാളത്തേക്കാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അത് ഒരു പൈശാചികമായ ഒരു എംബ്ലമാണ്, പള്ളി കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോഴാണ് ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ലോകത്തിൽ ഏതൊക്കെ ബ്ലാക്ക് മാസിൻ്റെ പൈശാചികത ഉള്ള എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുഴുവൻ എംബ്ലങ്ങളും മറ്റു മതസ്ഥരുടെ എംബ്ലങ്ങളുണ്ട്. ഒപ്പം തന്നെ പൈശാചികതായ എംബ്ലങ്ങൾ മൊത്തം അതിൽ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ പിള്ളേർ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പച്ചക്കുത്തിൻ്റെ വേറൊരു രൂപം ഇല്ലേ, അത് എന്താ പറയുക ശരീരത്ത് കുത്തി അതിന് 100 രൂപയും കൊടുത്ത് ആണ്. ആ സമയത്താണ് ഞാൻ അവിടുത്തെ അധികാരികൾക്കൊക്കെ ഇത് പറഞ്ഞു, പള്ളി കോമ്പൗണ്ടിൽ നമ്മൾ പച്ചക്കുത്ത് അത് അനുവദിയല്ല നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, അത് അനുവദിക്കുന്ന തരത്തിൽ ഈ പള്ളി കോമ്പൗണ്ടിൽ കാണിക്കുന്നത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വേളാങ്കണ്ണിയിൽ 2 ദിവസം പോയപ്പോഴും ഞാൻ അതേക്കുറിച്ച് വാർത്ത ചെയ്തായിരുന്നു. വേളാങ്കണ്ണിയുടെ പരിസരങ്ങളിൽ മുഴുവൻ പച്ച കുത്തുന്ന സ്റ്റാളുകൾ ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. ആ കടലിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയാണെങ്കിലും ഏത് വഴിയിലാണെങ്കിലും ശരി, ശരീരത്ത് മുഴുവൻ പച്ച കുത്തുന്ന സ്റ്റാളുകൾ നിറഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വ്യക്തികൾ കണ്ടായിരുന്നു, അവർക്ക് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ ഇടവക ദേവാലയങ്ങളിലേക്കും ഇത് വ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഇതിന് ഇടവക നേതൃത്വം നൽകുന്ന അധികാരികൾ ഇത് എന്ത് സ്റ്റാളാന്ന് പോകുന്നു അറിയുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ആ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഇങ്ങനെയുള്ള കച്ചവടക്കാരെ കയറ്റി കഴിഞ്ഞാൽ അവർ കാണിച്ചു കൂട്ടുന്ന അഭ്യാസമൊന്നും കാണാതിരിക്കാൻ നമുക്ക് നല്ലത് ഇല്ലേ. അവരവിടെ തന്നെ കിടക്കുന്നു, അവിടെ തന്നെ എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന.
അവിടെ അത് കഴിഞ്ഞ് രാത്രി കഴിഞ്ഞവർ മദ്യപിക്കുന്നു, സിഗരറ്റ് കളിക്കുന്നു, കഞ്ചാവ് കളിക്കുന്നു, അല്ലെങ്കിൽ അവർ ലഹരി വസ്തു ഉപയോഗിച്ചുകൊണ്ട് രാത്രിയുടെ ആകുമ്പോൾ ഞാൻ അവിടെ കച്ചവടങ്ങൾ ബ്ലോക്ക് ആക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പള്ളി കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെങ്കിലും ഒന്ന് വിട്ടുകൂടെ? ആ കാശെങ്കിലും പള്ളിക്കൊന്ന് ലാഭിച്ചുകൂടെ? അത് ലാഭിക്കാൻ വേണ്ടി പള്ളി കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എന്ത് കച്ചവടമാണ് ചെയ്യുന്നത്? പണ്ടൊക്കെ നമ്മൾ CLC, ഓൾഡർ ബോയ്സോ, ജീസസ് യൂത്തോ, വിൻസെൻ്റ് പോളോ ഉള്ളത് സ്റ്റാളാണ് പള്ളി കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാറ്. കുരിശോ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ചിലപ്പോൾ പിന്നെ ഐസ്ക്രീമും അതിനിടയിൽ കൂടെ ആയി തുടങ്ങി. ഇപ്പോൾ ഇത് മറ്റ് കടക്കാരെ, ഇങ്ങനെയുള്ള കടക്കാരെ മുഴുവൻ പള്ളി കോമ്പൗണ്ട് ഉള്ളിലാക്കിയാണ് ആ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന മക്കള്. പൊതുവെ സെബസ്ത്യാനോസിന് തിരുനാൾ കാണിച്ചുകൊണ്ട് സിനിമ പാട്ടും തോന്നിവാസം കാണിച്ചുകൊണ്ട് ആർഭാടം ഞാൻ പറയാറുണ്ട്. പലപ്പോഴും അന്യമതസ്ഥർ വരെ എന്താ പറയുക, തലയിൽ കൈവച്ചിട്ട് എന്താ കാണിച്ചു കൂട്ടുമെന്ന് ചോദിക്കാറുണ്ട് ഇല്ലേ? ഭയങ്കര വേദനകരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് കച്ചവട ലാഭത്തിന് വേണ്ടി ഇന്ന് ഞാൻ ഏത് പള്ളി എന്ത് പള്ളി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ നസ്രാണികൾക്ക് എന്തായാലും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ തൃശ്ശൂരിലൊരു പ്രമുഖ ദേവാലയത്തിലേക്ക് ഞാൻ എന്താ പറയുക ചെന്നപ്പോൾ അവിടെ ഒരു കല്യാണമോ മനസ്സമ്മതോ എന്തോ നടക്കുകയാണ്. അത് നടന്ന് പെണ്ണ് അവിടെ നിന്ന് വരുന്നുണ്ട്, ഫോട്ടോഗ്രാഫർമാരെ പെണ്ണിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ചിറ്റിയെ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് അവിടെ എന്താ പറയുക, ഒരു വൈറ്റ് കാറ്, ഇന്നോവ കാറ്, ആ കാറിൻ്റെ ഡോറുകളൊക്കെ തുറന്നിട്ടുണ്ട്. സെമിറ്ററിയോട് ചേർന്ന് എന്താ പറയുക, അവിടെ അവർ ജ്യൂസ് വെച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് കല്യാണ പാർട്ടി നടക്കുന്നുണ്ട്, തന്നെ ദേവാലയത്തിൻ്റെ അടുത്ത് തന്നെയുള്ള പാർട്ടി നടക്കുന്നത്. അപ്പം ആ ജ്യൂസ് കഴിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലാക്കിയത്, ജ്യൂസ് ഒന്നുമില്ല, വൈറ്റ് റം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പള്ളി കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നസ്രാണികൾ ആരായിക്കോട്ടെ എന്താ പറയുക, ഓപ്പണായിക്കൊണ്ട് ഏത് സ്ഥലത്തേക്കും ഓപ്പണായിട്ട് നമുക്ക് മദ്യം കഴിക്കാൻ പറ്റുമോ? ഗവൺമെൻറ് തന്നെ അത് അറസ്റ്റ് ചെയ്യുന്നില്ലേ? ഇത് ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ടിൽ തന്നെ എന്താ പറയുക, ഓപ്പണായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുക. കർത്താവ് ചാട്ടവാറുകൊണ്ടൊക്കെ അടിച്ച് ഓടിച്ചതെന്നൊക്കെ ഓർമ്മ വരിക ചെയ്യുന്നത്. എൻ്റെ ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന വലിയ മക്കളാണ്. പൊതുവെ നമ്മളെ സഭയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതൊക്കെ എല്ലാ തലത്തിലും പോരാതിന് ഇങ്ങനെയുള്ള കുറേ കച്ചവടങ്ങളും കച്ചവട താല്പര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക തിരുമുറ്റ മേളങ്ങളും ഇല്ലേ, തിരുമുറ്റ മേളങ്ങളും നാടകങ്ങളും ഗാനമേളങ്ങളും ഒക്കെ എല്ലാവർക്കും പണി കൊടുക്കണം നമ്മൾ ഇല്ലേ, എല്ലാവർക്കും. കാരണം അവരൊക്കെ അധ്വാനിക്കുന്നവരല്ലേ. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ആരാധന? എന്താണ് ആരാധനാലയം? എന്താണ് പള്ളി? അതിന് വിശുദ്ധി എന്താണ്? ഇതൊക്കെ മറന്നുകൊണ്ടുള്ള വസ്ത്രധാരണങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ഫാഷനുകളിലും പാട്ടും കൂത്തും നിറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമകളെ, ഇതിനൊക്കെ ഒരു തിരിച്ചടി ഇനിയും നമ്മൾ ഒന്ന് രണ്ടൊക്കെ കിട്ടിയതാ കോവിഡും മഹാദുരന്തമൊക്കെ ആയിട്ട്. ഇനിയെങ്കിലും നിസ്സാര പൈസയ്ക്ക് വേണ്ടി, ലാഭത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ എന്നാ പറയുക, നമ്മൾ പുറത്തു പോയിട്ട് എന്ത് അഭ്യാസമാണ് നിങ്ങൾ ചെയ്തോ, ഈ വെള്ളടിയോ അങ്ങനെയോ എന്ത് അഭ്യാസം ചെയ്തോ, ഈ ആരാധനാലയങ്ങളിലും ഒന്ന് വിട്ടുകൊണ്ട് ആ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കണേ. അമ്മേ.